കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുവാൻ തീരുമാനമായി. മാലിന്യമുക്ത നവകേരള പദ്ധതി ഉൾപ്പെടെ 11 അജണ്ടയാണ് ചർച്ച ചെയ്തത്. മാലിന്യമുക്തം നവകേരളം ആക്ഷൻ പ്ലാൻ റിവൈസ് ചെയ്ത് നൽകുന്നതിനും കട്ടപ്പന നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതി 2024-25 വാർഷിക പദ്ധതികളിലേക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് സഭ തീയതികൾ നിശ്ചയിച്ചു നൽകുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു. മർച്ചന്റ് യൂത്ത് വിംഗ് സംഘടിപ്പിച്ച കട്ടപ്പന ഫെസ്റ്റ് നഷ്ടത്തിലായതിനാൽ ഗ്രൗണ്ട് വാടക ഇനത്തിൽ 7 ലക്ഷം രൂപ കുറച്ചു നൽകണമെന്നുള്ള ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ KP ഹസന്റെ അപേക്ഷ കൗൺസിൽ ചർച്ച ചെയ്തു. ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. അജണ്ടകളെല്ലാം പരിഗണിക്കുകയുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതികൾ റിവൈസ് ചെയ്യുന്നതിന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ പദ്ധതി അനുസരിച്ച് നമ്മൾ ആസ്പിരേഷൻ ടോയ്ലറ്റുകളും കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകളും പബ്ലിക് ടോയ്ലറ്റുകളും അതുപോലെ തന്നെ മിനി MCF, RRF അടക്കമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കൗൺസിൽ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ മാസം തന്നെ സമർപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വാർഡ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാർഡ് സഭാ യോഗങ്ങൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ ആരംഭിക്കുന്നതിന് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടപ്പന ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ഫെസ്റ്റ് ഇപ്രാവശ്യം നമുക്കറിയാം പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു എന്നുള്ളത് സത്യമാണ്. കടുത്ത വേനലായിരുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ഒരു മുന്നേറ്റം ഫെസ്റ്റിനുണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സംബന്ധിച്ച് ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ്റെ അപേക്ഷ കൗൺസിൽ പരിഗണിച്ചു. ആ കാര്യത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയും മുൻ ചെയർമാൻമാരായ ശ്രീ ജോണി കുളമ്പള്ളി, ശ്രീ ജോയി വെട്ടിക്കുടി, അതുപോലെ വിവിധ കക്ഷി നേതാക്കന്മാരായ ശ്രീ സിജു ചക്കുമൂട്ടിൽ, ശ്രീ തങ്കച്ചമ്പുരയിടം, ശ്രീമതി സുധർമ്മ മോഹനൻ, ശ്രീ ഷാജി കൂത്തോടി, ശ്രീമതി ബിന്ദുലത രാജു, സെക്രട്ടറി എന്നിവരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകി. ആ സബ് കമ്മിറ്റി ഈ വിഷയത്തിൻ്റെ കാഠിന്യവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പരിഗണിച്ച് അടുത്ത കൗൺസിലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 11 അജണ്ടകൾ ചർച്ച ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.